വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ അധ്യായങ്ങളുടെ ആമുഖം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സന്തോഷം, സന്താപം, കൃതജ്ഞത, വിജയം, ശത്രുഭയം, ആധ്യാത്മിക വിരസത, ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു. തിരുനാൾ അവസരങ്ങളിലും തീർത്ഥാടന അവസരങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ വിജയങ്ങളും അത്യാഹിതങ്ങളും നേരിടുന്ന അവസരങ്ങളിലും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിൽ യഹൂദരുടെ ഇടയിൽ അവയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചു. സംഗീത ഉപകരണങ്ങളോട് കൂടിയോ അല്ലാതെയോ ആരാധകർക്ക് പാടാവുന്ന രീതിയിലാണ് സങ്കീർത്തനങ്ങൾക്ക് അവസാന രൂപം നൽകിയിരിക്കുന്നത്. ദാവീദ് രാജാവാണ് എല്ലാ സങ്കീർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്നു. സങ്കീർത്തന രചനയിൽ ദാവീദിൻ്റെ സ്വാധീനം വലുതാണെങ്കിലും ഇസ്രായേൽ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിലെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ എല്ലാം ഒരാൾ തന്നെ രചിച്ചതല്ല. ഉള്ളടക്കത്തിൻ്റെയും അവതരണ രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ പല ഗണങ്ങളായി തിരിക്കാറുണ്ട്. അതിൽ ആദ്യത്തേത് സ്തുതിഗീതങ്ങൾ. ബലി, പ്രദക്ഷിണം തുടങ്ങിയ അവസരങ്ങളിലാണ് സ്തുതിഗീതങ്ങൾ പാടിയിരുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനവുമായാണ് സ്തുതിഗീതങ്ങൾ സാധാരണയായി ആരംഭിക്കുന്നത്. രണ്ടാമതായി വിലാപകീർത്തനങ്ങൾ. വിപത്സന്ധികളിൽ വ്യക്തികളോ സമൂഹം ഒന്നുചേർന്നോ ദൈവത്തോടെ സഹായം അഭ്യർത്ഥിക്കുന്നു. യുദ്ധത്തിലുണ്ടാകുന്ന പരാജയം, മഹാമാരികൾ, വരൾച്ച തുടങ്ങി ദേശീയ അത്യാഹിതങ്ങൾ ഉണ്ടായ അവസരങ്ങളിലാണ് ദേശീയ വിലാപങ്ങൾ രൂപം കൊണ്ടത്. മൂന്നാമതായി കൃതജ്ഞതാ കീർത്തനങ്ങൾ. യുദ്ധം, ക്ഷാമം, രോഗം തുടങ്ങിയ വിപത്സന്ധികൾ നീങ്ങിക്കിട്ടുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ജനമധ്യത്തിൽ വച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു കാണാം. ദൈവത്തിന് നന്ദി.